Okay, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക് actually the chloroplast which contain these three important area, that is thylakoid interior, thylakoid and granum. So we are focusing on this particular area in the coming slides. Okay. See, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കും ഞാൻ അതിനെ സീക്വൻസ് തന്നെ പറയുന്നത്. ഇതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ഇത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള ഗ്രാനാണ്. ഗ്രാനക്കുള്ളിലെ തൈലക്കോഡാണ്. തൈലക്കോഡിന്റെ ഈ പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, തൈലക്കോഡിന്റെ ഇന്റീരിയർ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ പറയേണ്ടത്. നമുക്കറിയാം നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ATP ആൻഡ് NADPH. ഇവിടെ ATP എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, NADPH എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇത് വളരെ ഡീറ്റെയിൽ ആയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊക്കെ എന്താണ് നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചിരിക്കുന്ന, നമ്മൾ ആരോ മാർക്ക് വരച്ചിട്ട് സെറ്റ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇവിടെ ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്, അതിന്റെ അടുക്കുള്ള ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റോക്കിനോൺ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ടത് നേരത്തെ പണ്ട് നമ്മൾ സ്കൂളിലും ഡിഗ്രിക്ക് പഠിച്ചിരിക്കുന്ന ഒരു വര വരച്ചിട്ടുള്ള സ്കീം അല്ല, പകരം ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ദിസ് സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് ദ കൺസെപ്റ്റ് ഓഫ് MSc ഈസ് കൺസേൺഡ്. സോ റിമെമ്പർ, ഇതാണ് നമ്മുടെ ഗ്രാനം. ഗ്രാനത്തിന്റെ ഉള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ നോക്കൂ, ദൈവം തമ്പുരാൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇങ്ങനെയുള്ള ഒരു മെഷീനറി നിങ്ങൾക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് ആക്ച്വലി സിന്തസൈസ്ഡ് ഓർ പ്ലാന്റഡ് in the interior part of this particular instrument. So this instrument is the world one of the best instrument because since it is synthesizing the food for the entire humanity. നമുക്കറിയാലോ, നമുക്കിപ്പോ പാരിസൺസിന്റെ ഇതുണ്ട്, പാരിസൺസ് പുട്ടുപൊടി ഉണ്ട്. അത് പുട്ടുപൊടി മാത്രമേ ഉണ്ടാക്കും. ബട്ട് നിങ്ങൾ ആലോചിച്ചോ, ഇത് ഈ മെഷീനറി ഉപയോഗിച്ചിട്ട് ലോകത്തെ എല്ലാ തരത്തിലുള്ള പ്ലാന്റിലും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. So remember, this is the most important industry which are producing large number of food material for the entire humanity. നോക്കൂ, നിങ്ങൾ സ്ട്രക്ചർ നോക്കൂ. ക്ലോറോപ്ലാസ്റ്റിന്റെ അൾട്രാ സ്ട്രക്ചറിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നോ, നമ്മൾ ഇനി ഒരു പാസ്റ്റ് ആണ്, ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മളിപ്പോ നമ്മുടെ ഇൻസ്ട്രുമെന്റ് റെഡിയാണ്. പക്ഷെ ഈ ഇൻസ്ട്രുമെന്റിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടി കുറെ ആളുകൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ആ ആളുകൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോട്ടോസിന്തസിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് സണ്ണാണ്. ഓക്കെ, സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം എങ്ങനെയാണ് പ്ലാന്റിലോട്ട് എത്തുന്നത്, അത് എവിടെ നിന്നാണ്, അതിന്റെ ഫിസിക്സ് എന്താണ്? സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്. ബാക്കി നമ്മൾ നേരത്തെ തൊട്ടുമുമ്പത്തെ സ്ലൈഡ്, ഇറ്റ് ഈസ് എ സസ്പെൻസ്. സോ വി വിൽ ഡിസ്കസ് ദ ഫ്ലാഷ് ബാക്ക്. സോ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സ്പെക്ട്രം ഓഫ് ലൈറ്റ് which provide different radiations having gamma rays, X-rays, UV rays, then visible rays, then infrared rays, microwave rays and radio waves. ഇതിൽ ഗാമ റേസ് ഒക്കെ നമുക്ക് വളരെ ഡേഞ്ചർ ആയ ആൾക്കാരാണ്. അതിനുശേഷം ഇങ്ങോട്ടുള്ളതെല്ലാം നമുക്ക് ഇൻഫ്രാറെഡ്, നമ്മൾ ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ കൂടുതലുള്ളത് ഇൻഫ്രാറെഡ് ആണ്. മൈക്രോവേവ് ഒക്കെ ഉണ്ട്, റേഡിയോ വേവ് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് വി ആർ ഫോക്കസിങ് ഓൺ ദിസ് പർട്ടിക്കുലർ ഏരിയ, ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് വിസിബിൾ റേസ്. നമ്മൾ കാണുന്ന നിറങ്ങളാണ്, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ നാനോമീറ്റർ എത്രയാണ്? 380 നാനോമീറ്റർ തൊട്ടിട്ട് 750 നാനോമീറ്റർ വരെ ഉണ്ട്. ഇതിന്റെ വേവ് ലെങ്ത്തിന്റെ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജി ഇങ്ങോട്ടാണ് ഇൻക്രീസ് ചെയ്യുക, എനർജി ഇങ്ങോട്ട് വേവ് ലെങ്ത് ഇങ്ങോട്ട് പോകുമ്പോൾ കൂടും, എനർജി ഇവിടെ കുറയും, ഇവിടെ കൂടും. ഓക്കെ, ആ ലെവലാണ് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. സോ വേവ് ലെങ്ത് ഈസ് ഇൻക്രീസിങ് whereas energy is increasing. Okay, so here you can see the energy is very little whereas here the energy is maximum. Okay, so ഞാൻ പറഞ്ഞത്, വേവ് ലെങ്ത് ഇവിടെ കൂടുന്ന സമയത്ത് ഇവിടെ എനർജി കുറയും, ഇവിടെ എനർജി കൂടും. ഇവിടെ വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ എനർജി കൂടിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് എനർജി ആൻഡ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടുമ്പോൾ എനർജി കുറയുക ചെയ്യാം. ജസ്റ്റ് ഇതിനെ കുറിച്ചൊരു ഫിസിക്കൽ സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഇത് നമുക്കറിയാം, എക്സ് റേസ്, ഗാമ റേസ്, UV റേസ്, ദെൻ ദിസ് ഈസ് വിസിബിൾ റേസ്, ദെൻ ഇൻഫ്രാറെഡ്. ഇതാണ് നമ്മൾ പലപ്പോഴും ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ പല കേബിളിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് റേഡിയോ വേവ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളൊരു ജനറൽ നോഹോ ആണ്. ഓക്കെ, ഈ വിസിബിൾ റേസ് ആണ് നമ്മൾ ഈ വേവ് ലെങ്ത് ആയിട്ട് നമ്മൾ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്. സോ റിമെമ്പർ ദ വേവ് ലെങ്ത് ആൻഡ് ദ വിസിബിൾ കൺസെപ്റ്റ്.
Now, നമ്മൾ ഇനി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന് ഫോട്ടോസിന്തസിസ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ഫിസിക്കൽ സാധനമാണ്. The radiant energy given off by the sun is measured on this basis of wavelength. The radiant energy given off by the sun is measured on the basis of wavelength. The range of wavelength is placed on the electromagnetic spectrum. അല്ലെ, the range of wavelength placed on electromagnetic spectrത്തിന്റെ ബേസിലാണ് നമ്മൾ wavelength ഡിഫൈൻ ചെയ്യുന്നത്. Visible light എന്താണ്? Which drive photosynthesis is a small segment of all the radiant energy. Which drives photosynthesis is a small segment of all the radiant energy. ഇവിടെ നിന്ന് നമുക്ക് കോസ്മോ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, അങ്ങനെ പല റേസും ഉണ്ട്. So this is actually the representation of wavelength. Here you can see the visible light. Violet, blue, green, yellow, orange, red is the representation of the wavelength. Now what is a wavelength? എന്താണ് wavelength എന്ന് പറഞ്ഞാൽ? Wavelength, that is lambda, distance from peak of one wave to the peak of second wave. ഇതാണ് wavelength. So remember the wavelength എന്താണ്? From here to here. Inverse relationship between wavelength and energy. Wavelength കൂടുമ്പോൾ energy കുറയുന്നു. Energy കൂടുമ്പോൾ wavelength കുറയുന്നു. Red light, that is 740 nanometer, has less energy. Blue light than blue light, that is 400 nanometer. അപ്പോൾ ബ്ലൂവിനാണ് ഏറ്റവും കൂടുതൽ energy compared to the red. So that is the difference between the wavelength and energy. So remember what is the relation between wavelength and the energy. So remember all these things. Okay, നമ്മൾ ഇനി അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. At least you should remember the physics of photosynthesis. ഇനി എന്താണ് ലൈറ്റ്? Light behave as if it were a wave. Behave as if it were a wave. വേവിനെ പോലെയാണ് ഇത് പെരുമാറുക. Also come in discrete packet calls particles, popularly known as photons. ഇത് ഫോട്ടോൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ലോ എനർജി ഫോട്ടോൺ, ഹൈ എനർജി ഫോട്ടോൺ. അതുകൂടാതെ തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇലക്ട്രോണിനെ കാണാം. സോ ഫോട്ടോൺ വി ക്യാൻ സേ വിച്ച് കണ്ടെയ്ൻ എനർജി റിച്ച് കോമ്പണന്റ് കോൾഡ് ഇലക്ട്രോൺസ്. ഇനി എന്താണ് ഈ ലൈറ്റും പ്ലാന്റും തമ്മിലുള്ള റിലേഷൻ? സ്റ്റേറ്റ് 2 reasons why not all the light falling on leaf of a plant is used in photosynthesis. ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് പ്ലാന്റിൽ വീഴുന്ന എല്ലാ ലൈറ്റുകളും എന്തുകൊണ്ട് ഫോട്ടോസിന്തസിസിൽ ഭാഗഭേദമാകുന്നില്ല? Light may fall on non-photosynthetic parts. Energy may be lost as radiation or heat of evaporation. അപ്പം ലീഫിൽ വീഴാത്ത പല ലൈറ്റ്, ഇപ്പം എല്ലാ പ്രകാശകിരണങ്ങളും ലൈറ്റിന്റെ കിരണങ്ങളെല്ലാം കൂടി ലീഫിൽ വീഴണമെന്നില്ലല്ലോ, പല സ്ഥലത്തും വീഴും. അപ്പം നമുക്കറിയാം, നമ്മൾ അതായത് പറഞ്ഞത് റൂൾ ഓഫ് 10 എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അതായത് 10% മാത്രമേ നമുക്ക് എനർജി കിട്ടൂ, ബാക്കി എല്ലാം വേസ്റ്റ് ആയി പോവാണ്. സോ റിമെമ്പർ, ദിസ് എനർജി ഈസ് യൂട്ടിലൈസിങ് ഫോർ ഫോട്ടോസിന്തസിസ്. ദാറ്റ് എനർജി ഈസ് കമ്പാരിറ്റീവ്ലി വെരി വെരി ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ലൈറ്റിന്റെ കപ്പാസിറ്റി പലപ്പോഴും കുറവാണ്. വളരെ ചെറിയ റേഡിയേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി എല്ലാം വേസ്റ്റ് ആയി പോവാണ്. ഓക്കെ, സി വാട്ട് ഹാപ്പൻ ടു ദ ലൈറ്റ് അബ്സോർബ്. ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. അതാണ് സിമ്പിളായി നമ്മൾ പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ സെന്റൻസ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ എത്ര നേരം നമ്മൾ പറഞ്ഞാൽ അത് തീരും. Light energy is simply converted into chemical. അപ്പോൾ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയി മാറുന്നു. ദിസ് ഹാപ്പൻ ഓൺ ഫോട്ടോസിസ്റ്റം. ഇത് എവിടെ നടക്കുന്നത്? ഫോട്ടോസിസ്റ്റത്തിലാണ്. അപ്പോൾ ഫോട്ടോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലൈറ്റിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അതാണ് നമ്മൾ ഇനി പറയാൻ പോണത്. സി യു നോ വാട്ട് ഇസ് വിബ്ജിയോർ അല്ലെ? വിബ്ജിയോർ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ഓരോ ലെറ്റർ ആണിത്. 6 എന്ന് പറയുന്ന ഒരു കളറാണ്. ഓക്കെ, ഓരോന്നിനും ഓരോ വേവ്ലെങ്ത് ഉണ്ട് നമുക്കറിയാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വൈ ആർ പ്ലാന്റ്സ് ഗ്രീൻ? എന്തുകൊണ്ടാണ് പ്ലാന്റ് എല്ലാം ഗ്രീൻ കളറിലാവുന്നത്? പണ്ടേ നമുക്കറിയാം എന്താണ് റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് വേവ്ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ് ആർ സീൻ ബൈ ദ ഹ്യൂമൻ ഐ ആസ് ഡിഫറെന്റ് കളേഴ്സ്. അല്ലെ, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഈ പറയുന്ന മഴവില്ലിനെ കാണുമ്പോൾ പലതും പല കളറിലാണ് നമ്മൾ കാണപ്പെടുക. ഇവിടെ നോക്കൂ, നിങ്ങൾ നോക്കൂ, എക്സ്റേസ് അല്ലെ, അതിന്റെ കളർ, അതിന്റെ വേവ് ലെങ്ത് ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കുന്ന കളർ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ വേവ് ലെങ്ത് ഒക്കെ നമുക്ക് വേരിയേഷൻ കാണാൻ പറ്റും. സോ ഓരോ കളറും ഓരോ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ വേവ് ലെങ്ത് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്, അതിന്റെ എനർജി ലെവൽ ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. സീ സം എക്സാമ്പിൾ. വൈ ആർ പ്ലാന്റ്സ് ഗ്രീൻ? എന്തുകൊണ്ടാണ് പ്ലാന്റ് ഗ്രീൻ കളർ കാണുന്നത്? ഗ്രീൻ ഒഴിച്ച് ബാക്കി എല്ലാ കളറും അബ്സോർബ് ചെയ്യും, ഗ്രീൻ മാത്രം റിഫ്ലക്ട് ചെയ്യുന്നു. വൈ ബ്ലാക്ക് ബോർഡ് ഈസ് സീൻ ആസ് എ ബ്ലാക്ക്? അല്ലെ, എന്താണ്? എക്സെപ്റ്റ് ഓൾ കളേഴ്സ് ഓൺലി ബ്ലാക്ക് ഈസ് എക്സ്പ്രസ്ഡ് ഓർ reflected, all others are consumed. It is not that easy being green.
അല്ലേ? എല്ലാവരും പച്ചയാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. Having to spend each day the color of the leaves, when I think it could be nicer being red or yellow or gold or something much more color like that. Commit the fog എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു കോട്ടാണ് ഇത്. സോ റിമെമ്പർ, ഇല്ലേ? റിമെമ്പർ ദ സ്ട്രക്ചർ, റിമെമ്പർ ദ പീപ്പിൾ, റിമെമ്പർ ഓൾ ദി സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദി കളർ. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ലീഫ് ഗ്രീനിൽ കാണുന്നത്? നമുക്കറിയാം, ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ബാക്കിയെല്ലാം വിബ്ജിയോറിലെ ഗ്രീൻ മാത്രം റിഫ്ലക്ട് ചെയ്യും, ബാക്കിയെല്ലാം അബ്സോർബ് ചെയ്യും. കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. നോക്കൂ, അല്ലേ? ഇത് ഇത്രയും കളർ വരുന്നു, ഇത് മാത്രം റിഫ്ലക്ട് ചെയ്യുന്നു, ഇത് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് അതിന് കാണുന്നു. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് photosynthesis, or that is a concept of why the leaves are seen as green. Now another important thing, നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത്? ഈ കോഴിയെ അല്ലെങ്കിൽ ഈ പക്ഷിയെ ഇങ്ങനെ കാണുന്നത്? Nothing but these feathers of the male cardinals are loaded with the carotenoid pigment. The carotenoid pigment ആണ് ഏറ്റവും കൂടുതൽ ലോഡ് ചെയ്തിരിക്കുന്നത്. This pigment absorbs some wavelength of light and reflect others. ഈ പിഗ്മെന്റ് ഇത് മാത്രം അബ്സോർബ് ചെയ്യുന്നു, ബാക്കി അപ്പൊ ഒന്നിന് മാത്രം റിഫ്ലക്ട് ചെയ്യുന്നു. Sunlight minus absorbed wavelength or color is equal to the apparent color of an object. അപ്പോൾ അതാണ് നമ്മുടെ വാട്ട് ഈസ് an apparent color of an object. ഇതൊക്കെ ഫിസിക്സ് ആണ്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ നാളെ പിറ്റേന്ന് ടീച്ചേഴ്സ് ആവും. അപ്പൊ നിങ്ങൾ ഈ എക്സാംസ് ഒക്കെ പറഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇതിന്റെ ബേസിൽ നമ്മൾ ഒരു കൺസെപ്റ്റ് പറയാണ്. എന്താണ് ഫ്ലൂറസെൻസ് ഫോസ്ഫോർ? പരീക്ഷയ്ക്ക് നമ്മൾ ഡിഗ്രിയിലൊക്കെ പറഞ്ഞതാണ് എന്താണ് ഫ്ലൂറസെൻസ്, എന്താണ് ഫോസ്ഫോറസെൻസ്. ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് it is the emission of light by a substance that has absorbed light or other electromagnetic radiation. Fluorescence is the emission of light by substance that has absorbed light or other electromagnetic radiation. It is a form of photoluminescence. The photoluminescence in the form ആണ്. In most cases, the emitted light has longer wavelength and therefore lower energy than the absorbed radiation. What is phosphorescence? Is a specific type of photoluminescence related to fluorescence. Unlike fluorescence, a phosphorescent material does not immediately re-emit the radiation it absorbs. Excitation of electrons to higher state is accompanied with the change of spin state. ഒന്നുമില്ല, എന്താണ് ഫ്ലൂറസെൻസ്? നമുക്ക് ധർമ്മശാലന്റെ വഴി നമ്മൾ കണ്ണൂരിലോട്ട് പോകുമ്പോൾ ആ ഒരു ഇറക്കത്തിൽ നമുക്ക് കാണാം, രാത്രി പോകുമ്പോൾ ലൈറ്റ് ഇങ്ങനെ എമിറ്റ് ചെയ്യും. പകലും ആ ലൈറ്റ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? സൺലൈറ്റ് കവർ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യാനുള്ള ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആണ്. ഫോസ്ഫോറസെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫോട്ടോലൂമിനസെൻസ് റിലേറ്റഡ് ടു ഫ്ലൂറസെൻസ്. ഫ്ലൂറസെൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ലൈറ്റിന്റെ റിയാക്ഷൻ ആണ് ഫോസ്ഫോറസെൻസ്. സോ റിമെമ്പർ ദിസ് ടു ടെർമിനോളജി ആസ് ഫാർ ആസ് യുവർ എക്സാമിനേഷൻ ഇസ് കൺസേൺ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം, എന്താണ് ഫ്ലൂറസെൻസ്, എന്താണ് ഫോസ്ഫോറസെൻസ്. റിമെമ്പർ. Now, photosynthetic pigmentum ഇതേപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോൾ പറയുന്നത് ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള പ്രധാനപ്പെട്ട ലൊക്കേഷൻസും സാഹചര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് പിഗ്മെന്റിന്റെ? അബ്സോർബ് വിസിബിൾ ലൈറ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു കെമിക്കൽ എനർജി. അല്ലേ? വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോളാണ് പിഗ്മെന്റിനുള്ളത്. അത് നടക്കുന്ന സ്ഥലം ഫോട്ടോസിസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ ആ പ്രോസസ് പറയുന്നത്. ഇതാണ് വേവ് ലെങ്ത്, ഇവിടെ പിഗ്മെന്റ് ഉണ്ട്. ഈ പിഗ്മെന്റ് സ്വാഭാവികമായിട്ടും ഇത് അബ്സോർബ് ചെയ്തിട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. സോ ദിസ് പിഗ്മെന്റ് ഈസ് ഡൂയിങ് ദിസ് ഫംഗ്ഷൻ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പോയിന്റ്സുകളൊക്കെ പറഞ്ഞത്. സോ പിഗ്മെന്റ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് വിച്ച് അബ്സോർബ് light or colors that will reflect and that can visualize by our naked eye. Now come back to the structure. നമുക്കിപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിഗ്മെന്റ് ഇവിടെ ഉണ്ട്. ഈ പിഗ്മെന്റ് എവിടെ ഉള്ളത്? ഈ പറയുന്ന തൈലക്കോഡിലാണ്. പിഗ്മെന്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ തൈലക്കോഡ് മെംബ്രെയിൻ. അപ്പൊ നമുക്കറിയാം ഇവിടെയാണ് നമ്മുടെ സ്ട്രക്ചർ, അല്ലേ? നമ്മൾ ഇതിന് ഓവർവ്യൂ കാണുന്നതാണ്. ക്ലോറോഫിൽ മോളിക്യൂൾസ് എംബഡഡ് ഇൻ എ പ്രോട്ടീൻ കോംപ്ലക്സ് ഇൻ ദ തൈലക്കോഡ് മെംബ്രെയിൻ. തൈലക്കോഡ് മെംബ്രെയിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം പലതരത്തിലുള്ള ക്ലോറോഫിൽ മോളിക്യൂൾ ഉണ്ട്. ഈ മോളിക്യൂളിലേക്കാണ് ലൈറ്റ് വരുന്നത്. ഇതാണ് തൈലക്കോഡ് മെംബ്രെയിൻ. ഇതൊന്നുമില്ല, നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ മോളിൽ നിന്ന് വ്യൂ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ റിമെമ്പർ ദ ഗ്രാന. ഈ ഗ്രാനന്റെ മോളിലാണ് ആരുള്ളത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത്. ക്ലോറോഫിൽ മോളിക്യൂൾ എംബഡഡ് ഇൻ എ പ്രോട്ടീൻ കോംപ്ലക്സ് ഇൻ ദ തൈലക്കോഡ് മെംബ്രെയിൻ. നൗ എന്താണ് പിഗ്മെന്റ്? ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം. കെമിക്കൽ ദാറ്റ് അബ്സോർബ് സം കളേഴ്സ് ഇൻ എ റെയിൻബോ മോർ ദാൻ അതേഴ്സ്. കളേഴ്സിനെ അബ്സോർബ് ചെയ്യാൻ റെയിൻബോന്റെ അത്ര എഫക്റ്റീവായ വേറെ ആരുമില്ല. കളേഴ്സ് ലീസ്റ്റ് അബ്സോർബ്ഡ്, റിഫ്ലക്റ്റഡ്, ട്രാൻസ്മിറ്റഡ് മോസ്റ്റ്. ഈ കളറുകളൊക്കെ അബ്സോർബ് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. സോ
these most important functions are carried out by pigments.